ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഇതാ സിറ്റൗട്ടിൽ പോയിരിക്കട്ടോ. അപ്പോൾ ഇത് പതിവില്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഞാനിങ്ങനെ ഇരിക്കാറുള്ളൂ, ചായ കുടിക്കാറുള്ളൂ, നേരത്തെ എണീക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ സിഫ് മോന് മദ്രസയിൽ പോകുന്ന സമയമാണ്. അവന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മേലേക്ക് നടന്നു പോകണം, വണ്ടി താഴേക്ക് ഇറങ്ങൂല. അങ്ങനെ ഇതാ അവൻ സലാം പറഞ്ഞൊക്കെ അവൻ പോവാണ്. അപ്പോൾ അവനെന്തോ രാവിലെ തന്നെ എണീറ്റ് പോവാം കേട്ടോ. നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ രാവിലെ എണീറ്റ് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ചടപ്പ്. പിന്നെ ഇതാ അപ്പത്തിനെന്താ ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മടുത്ത് പറഞ്ഞു, ഇമ്മ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഒഴിക്കുന്ന ഒരു ഷോ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നോക്കൂ ഗൈസ്, എൻ്റെ ഉമ്മാൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. റോസ്റ്റ് ചെടി ഉണ്ടല്ലോ, റോസ്റ്റ് ചെടിൻ്റെ കൊമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. എന്തിനാണെന്നറിയോ, വേരുണ്ടാവാനാന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. പക്ഷേ അത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇത് എന്തിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ 2 അപ്പവും ചെറുപയർ കറി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് എനിക്കുണ്ടല്ലോ ഈ കിച്ചണിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ താഴെയിരിക്കുന്നത്, ഞാനിപ്പോൾ ചെയറിലാണ്. എനിക്കെന്തോ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഫുഡിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനതിന് മറുപടി കൊടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കുകയാണല്ലോ. പിന്നെ എൻ്റെ ചുണ്ട് പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്താണെന്നറിയില്ല, തൊലി ഒഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഹോം റെമഡി കണ്ടുപിടിക്കണം എന്നായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ആലോചിച്ചത് കേട്ടോ. അങ്ങനെ ചൂടുള്ള ചായയും കൂടെ കുടിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇതാ ഈ ഒരു കലം ഉണ്ടല്ലോ, അത് പണ്ടേ ഉള്ള കലമാണ്, ഞങ്ങളുടെ ചായക്കലമാണ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ചോറിന് അരി ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായി വന്നു. അപ്പോൾ ഉപ്പ സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, പച്ചക്കറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മോന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ കടയിൽ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ മോൻ പോയിട്ട് കൊണ്ടുവന്നു. മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ബീഫിൻ്റെ ലിവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ല കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ അത് വെക്കാൻ പോവാണ് ഗൈസ്. ചിക്കൻ്റെ ലിവറൊക്കെ ഞാൻ വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ ബീഫിൻ്റെ ലിവർ അത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നതും കാണിക്കുന്നതും കേട്ടോ. അങ്ങനെ ഇതാ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ അതുപോലെ ബീഫ് ഒക്കെ കഴുകിയെടുക്കുന്ന ആ ഒരു കൊട്ട ഉണ്ടല്ലോ, ഇവിടെ അതിങ്ങനെ കൊട്ട എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഉമ്മ. ഞാനും അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ വെളുത്തുള്ളി, ജീരുള്ളി, ഇഞ്ചി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിക്ക് ഭയങ്കര മുടിഞ്ഞ വിലയായത് കാരണം ഞാൻ അകത്തിരി എടുത്തിട്ടുള്ളൂ. പിന്നെ ജീരുള്ളി കണ്ടമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ആ ചതവിലോട്ട് ഞാൻ നല്ല പെരിഞ്ജീരകം വലിയ ജീരകം പൊടിച്ചതും അത്യാവശ്യം കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതലായോ എന്നെനിക്കൊരു സംശയം. എൻ്റെ അനിയനും ആ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് അവനാണ് വീഡിയോ എടുത്തു തരുന്നത്. അതുകൊണ്ടാട്ടോ അവൻ സൂം ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ കുരുമുളക് പൊടി അത്യാവശ്യത്തിൽ കൂടുതൽ നേരത്തെ തട്ടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിതിലേക്ക് 2-3 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിടക്കട്ടെ, എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ടേസ്റ്റ് കിട്ടുക. അതായത് ഫുഡ് കഴിക്കാനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പ്, എരിവ് ഇതൊക്കെയാണല്ലോ. പിന്നെ ഞാനതിലേക്ക് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ മസാല ഇട്ടു എന്നുള്ള വിശ്വാസത്തിലാണ് ഗൈസ് ഞാനിത് കൈ വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കിയെടുത്തത്. കൈ വെച്ച് സെറ്റാക്കുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇതിൻ്റെ സുഖം അറിയാമെന്ന് എപ്പോഴറിയോ, കുറച്ച് കഴിയണം. അതായത് മസാലയൊക്കെ കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കൈ നല്ലൊരു പുകച്ചിൽ വരും.
അങ്ങനെ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലിവറും കൂടെ ഇട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി അത്യാവശ്യത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ കരിഞ്ഞു പോവും അതിൻ്റെ അടിഭാഗത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പാടങ്ങ് മിക്സ് ചെയ്തിട്ട് ഞാനിതാ വെക്കാൻ പോവുകയാണ്. നമ്മുടെ അടുപ്പിലാണ് വെക്കുന്നത്, അതായത് വിറകടുപ്പിലാണ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് വെക്കാൻ പോവുകയാണ്. ഞങ്ങൾ അധികവും ഗ്യാസില്ലേ, നമ്മുടെ ഗ്യാസ് അടുപ്പിലാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്നിതാ പതിവില്ലാതെ വിറകൊക്കെ വെച്ചിട്ട് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഈ വീഡിയോക്ക്. പിന്നെ ഇത് തലേ ദിവസത്തെ മീൻ കറിയുമ്പോൾ ചൂടാക്കി വെച്ചതാണ്. പിന്നെ ഞാനിതാ എരിവ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ കുരുമുളകിൻ്റെ ഇതില്ലേ, പൊടിക്കാത്തതില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഗൈസ് എന്തിനാണ് ഇങ്ങനെ കുരുമുളകും എരിവൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കണ്ട. പിന്നെ ഞാൻ സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കുക. അപ്പോൾ ഞാനിതാ ഒരു 10-11 മണിയായപ്പോൾ എഗെയിൻ ഞാൻ ചോറും തലേ ദിവസത്തെ മീൻ കറി കഴിക്കുവാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് ലിവർ എന്തായി നോക്കാം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വേവണം. പക്ഷേ ഇത് അടി പിടിച്ചു പോയോ എന്നൊരു ചെറിയൊരു ചിന്ന ഡൗട്ട് മാത്രമല്ല ഗൈസ്, അത് അടി പിടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കാര്യം ഞാൻ ലിവറൊന്നും കഴിക്കൂല, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടു. മോന് ചോറ് തന്നതോ, ഞാനും ചോറ് തിന്നണം. ആദ്യം ഞാൻ വിചാരിച്ചിട്ടോ ലിവർ മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പിന്നെ ഞാൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇത്തിരി ചോറ് ഇതിലേക്ക് ഇട്. അങ്ങനെ ഞാൻ മോനും ചോറ് കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് 11 മണിക്കാട്ടോ. ഇപ്പം സമയം എത്രയാണെന്ന് വെച്ചാൽ സമയം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ചോറും കൂടെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ലിവറിൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് ഇത്തിരി ഫുഡ് മീൻസ് ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്. അനിയൻ അവിടെ ചോറ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, കറി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഉമ്മ വന്നിട്ട് അനിയന് എടുത്തു കൊടുക്കാണ്ട് ഇപ്പം. അങ്ങനെ ഞാനിരുന്ന് അവിടെ ഷോ ഇട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ എനിക്ക് പിന്നെ ഇട്ട് തരുന്നുണ്ട്. ഞാനത് വാങ്ങി കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ലിവർ വെച്ചു, മീൻസ് ബീഫിന് ലിവർ വെച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. പിന്നെ ഈ ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ എടുക്കും, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ചടപ്പുള്ള പരിപാടി കേട്ടോ. പിന്നെ നമ്മളെല്ലാം മറന്നിട്ടുണ്ടാവുമല്ലോ, ആലോചിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം. പിന്നെ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പുറത്തുള്ള സൗണ്ട് സമ്മതിക്കില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം കൂടി കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഉറങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.